നിങ്ങൾക്കറിയോ ഇന്ത്യയിലെ പ്രീ ഓൺഡ് കാർ മാർക്കറ്റ് 15% എന്ന നിരക്കിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ന്യൂ കാർ മാർക്കറ്റ് ഗ്രോത്ത് 10% മാത്രമാണ് CAGRന്റെ ടേംസിൽ. ഫിനാൻഷ്യൽ ഇയർ 26 ആകുമ്പോഴേക്കും ന്യൂ കാർ മാർക്കറ്റിന്റെ 1.5 മടങ്ങ് കൂടുതലായിരിക്കും യൂസ്ഡ് കാർ വോളിയം. അപ്പോൾ യൂസ്ഡ് കാറുകൾക്കുള്ള ഈ ഗ്രോയിങ് ഡിമാൻഡ് ഇവയുടെ വില വർധനവിലേക്ക് നയിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് SUV ആൻഡ് ലക്ഷറി യൂസ്ഡ് കാർ സെഗ്മെന്റിൽ. രണ്ട് കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. നമ്പർ 1, ഇൻഫ്ലേഷനും ചിപ്പ് ഷോർട്ടേജും പുതിയ കാറുകളുടെ വിലയിൽ കുത്തനെ വർധനവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂസ്ഡ് കാർസ് കൂടുതൽ ബജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്പർ 2, ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആളുകളുടെ കയ്യിൽ ബാക്കി വരുന്ന ഡിസ്പോസിബിൾ ഇൻകം ലെവൽസ് ഉയരുന്നത് കൊണ്ട് ആളുകൾക്ക് കാറുകൾ ഇടക്കിടക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂസ്ഡ് കാറുകൾ ഗുഡ് കണ്ടീഷനിൽ അവൈലബിൾ ആവുകയും സപ്ലൈയിലുള്ള പരിമിതികൾ കുറയുകയും ചെയ്യുന്നു. മെറ്റീരിയൽസിന്റെ വില വർധനവ്, ഉയരുന്ന ഫ്യൂവൽ പ്രൈസ്, ഇൻഫ്ലേഷൻ, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാനുള്ള സാധ്യത എന്നിവയൊക്കെ കൊണ്ട് ഒരു പുതിയ കാർ വാങ്ങുന്നതിനുള്ള ചിലവ് കുത്തനെ കൂടിയത് കൊണ്ട് നമ്മൾ എപ്പോഴും വ്യൂവേഴ്സിനോട് യൂസ്ഡ് കാർ വാങ്ങാനാണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്.